തൃശ്ശൂർ പൂരം കലക്കാനാണെന്ന് ഞാൻ പറഞ്ഞത്. തൃശ്ശൂർ പൂരം ഈ വർഷമല്ലേ കലക്കിയത്. ഇത് വേറെ ആവശ്യത്തിന് വേണ്ടി കണ്ടതാണ്. അപ്പോൾ ഒരു ബന്ധമുണ്ട്. ഈ അതിന്റെ തുടർച്ചയാണ് ഇത്. അത്രയേ ഉള്ളൂ. അല്ലാതെ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ട് RSS ജനറൽ സെക്രട്ടറി പോയി കണ്ടല്ല. അത് അന്ന് ഈ കേസുകളിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാകാനും അവർ തമ്മിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു രാഷ്ട്രീയ 2024 തെരഞ്ഞെടുപ്പല്ലേ, രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോയത്. കരുവന്നൂർ കേസ് ഉൾപ്പെടെയുള്ള മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ട്. അന്ന് പോയിരിക്കുന്നത് പല ഉദ്ദേശമുണ്ട്. കേസുകൾ ഒഴിവാക്കുക, രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കുക, പാർലമെന്റ് ഇലക്ഷനിൽ BJPയെ കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്തായിരുന്നു? BJPക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലേ കേരളത്തിൽ പാർലമെന്റിൽ. അതായത് അവരുടെ ഏക ലക്ഷ്യം. അവരെല്ലാം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾ സാധിച്ചു തരാം എന്നുള്ള വാക്കാണ് കൊടുപ്പിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി. അതിനൊക്കെ വളരെ മുകളിലാണ്. ഞാൻ ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പിന്നെ ആൾക്കെതിരെ നടപടി എടുക്കാൻ പറ്റുമോ? അയാൾ നടപടി എടുത്ത് പുറത്തു പോയി അയാൾ എന്തായിരിക്കും പറയാൻ പോണേ? എന്നെ മുഖ്യമന്ത്രി ഈ കേസിൽ അയച്ചിട്ടുണ്ട്, ആ കേസിൽ അയച്ചിട്ടുണ്ട്, അവിടെ ഇത് ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ പൂരം കലക്കിച്ചിട്ടുണ്ടെന്നൊക്കെ അയാൾ പറയില്ലേ? അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചില്ലേ നിങ്ങളോട്. ഈ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി നടന്ന മുഖ്യമന്ത്രി എന്തിനാണ് ഈ തനിക്ക് താഴെയുള്ള രണ്ടുപേരെ ഇത്രയും ഭയപ്പെടുന്നത്? ഇത്രയും ഗുരുതരമായ ഏറ്റവും മിനിമം വരെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണ്ടേ? ചെറിയ ആശയം പോലല്ലോ വന്നിരിക്കുന്നത്. ആശയം ഉന്നയിച്ചിരിക്കുന്ന ആരാ? മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ. ആരെ? അല്ലല്ല, അതൊന്നും ആയിരിക്കില്ലല്ലോ. അതായിരിക്കില്ലല്ലോ. അപ്പോൾ സ്ഥാനത്ത് നിന്ന് തെറിക്കുമ്പോൾ എല്ലാവരുടെ സ്വഭാവം മാറില്ലേ? അപ്പൊ സ്നേഹം പോവില്ലേ? ഏറ്റവും പ്രധാനമായിട്ട് നിയമവൃത്തങ്ങളിൽ പറയുന്നത് അത് ഏറ്റവും പ്രശ്നമുണ്ടാകാനുള്ള ഒരു ആരോപണം സാധ്യതയുള്ളത് ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ടാണ്. മന്ത്രി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ ചോർത്തി എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് പ്രതിപക്ഷ നേതാവിന്റെയും ചോർത്തി കാണും. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരോപണം വിശ്വസിക്കുന്നുവെങ്കിൽ അതിനെതിരെ ഏതെങ്കിലും രീതിയിൽ മൂവ് ചെയ്യാൻ ഞങ്ങൾ നിയമപരമായ നടപടികൾ മൊത്തം കാര്യങ്ങൾക്ക്, അതായത് ഈ 2 കൊലപാതകം സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലാണ് നീങ്ങേണ്ടത്? ഞങ്ങളുടെ ഡിമാൻഡ് CBI അന്വേഷണം വേണം. കേരളത്തിലെ പോലീസ് എങ്ങനെ അന്വേഷിക്കണേ? കേരളത്തിലെ പോലീസ് എങ്ങനെ അന്വേഷിക്കണേ കേസ്? CBI അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ ഡിമാൻഡാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സമരവും. KPCCയുടെ സമരം, സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ശരി, അരെ CBI അറിയില്ലല്ലോ. ഇന്നലെ സുനിൽകുമാർ എന്നെ മറുപടി പറഞ്ഞല്ലോ, തൃശ്ശൂർ പൂരം കലക്കേണ്ട ഇര താനാണെന്നാണ് സുനിൽകുമാർ പറഞ്ഞത്. CPI അറിഞ്ഞ് സമ്മതിക്കുമോ BJPയായിട്ട് ധാരണ ഉണ്ടാക്കാൻ? CPM ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ, അപ്പോൾ പറയാം. അല്ല, CCTV ദൃശ്യങ്ങളുണ്ട്, പരിശോധിച്ചോട്ടെ. CCTV ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ. ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയട്ടെ. നോക്കാം.